ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് വീഡിയോയാണ്. അന്നേരം എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് തൂത്തുവാരി കഴിഞ്ഞിട്ട് തുടയ്ക്കുവാണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അച്ഛയും അമ്മയും രാവിലെ 6:30 ആയപ്പോഴത്തേക്കിനും ആശുപത്രിയിൽ പോയി. അച്ഛയ്ക്ക് കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്. ഓപ്പറേഷൻ അടുത്ത ദിവസം ഡോക്ടർ പറയുക എന്നാൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ പോയി. പിന്നെ രാവിലെ ജോലിക്ക് പോകണം. അന്നേരത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ രാവിലെ ഈ തൂത്തുവാരും തുടയ്ക്കലും വൃത്തിയാക്കും കഴിയാതെ ഞാൻ അടുക്കളയിലോട്ട് കയറത്തില്ല, വേറൊരു പണിക്കും പോകത്തില്ല. എന്നിട്ട് രാവിലെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. രാവിലെ എഴുന്നേറ്റ് തൂത്തും മാരി തുടച്ച് ടീപ്പോയും ടി വി സ്റ്റാൻഡ് നമ്മുടെ വാതിക്കലൊക്കെ ഒത്തിരി പറമ്പ് കിടക്കുന്നുണ്ട്, ഒത്തിരി പൊടിയാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തൂത്ത് കഴിഞ്ഞ് മേശയും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടിയിലോട്ടും പോവുള്ളൂ. അപ്പോൾ അച്ഛയും അമ്മയും ഉള്ളപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കുറച്ചൊക്കെ ചെയ്യും. ആ സമയത്ത് ഞാൻ ഈ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് വൃത്തിയാക്കും പരിപാടികളും അതെല്ലാം കാച്ചിക്കൊണ്ടേ കിച്ചുകൊണ്ടേയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് കയറത്തുള്ളൂ അടുക്കളയിലോട്ടെ. അന്നേരം രാവിലെ എൻ്റെ പണികളെല്ലാം ഇതാണ്. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിയാതെ ഞാൻ എങ്ങും അടുത്ത പണിയിലോട്ട് പോവുകയല്ലേ. അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചായയൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അന്നേരം രാവിലെ അച്ഛയമ്മയും കാപ്പിയൊക്കെ മാത്രം കുടിച്ചിട്ടാണ് പോയത്. ചോറും വെച്ചിട്ടുണ്ടാകും, ചോറ് മാത്രം. അപ്പോൾ കറിയൊക്കെ നമുക്കിന്ന് വെക്കണം. നേരത്തെ പോയതുകൊണ്ട് ഇന്നൊന്നും വെച്ചില്ലായിരുന്നേ. എന്നിട്ട് ഞാൻ അടുക്കളയിൽ വന്നാലും ഇത് തന്നെയാണ് കേട്ടോ പണി. ഫുള്ള് ക്ലീൻ ചെയ്യാതെ ഞാൻ വേറൊന്നും ചെയ്യത്തില്ലേ. അതായത് നമ്മൾ അടുക്കള എപ്പോഴും നമ്മുടെ പൂജാമുറി പോലെ നോക്കണം എന്നാണ് പറയുന്നത്. എന്നെ അങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. കാരണം അമ്മ കുഞ്ഞിലേ മുതൽ ഞങ്ങളെ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അമ്മ ഭയങ്കര വൃത്തിക്കാരിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അമ്മയുടെ കാര്യം കൂടെ കുറച്ച് പറയാവേ. അതായത് ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അന്നേരത്തേക്കിന് അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയാണ്. ആഴ്ചയിലൊരു 2-3 ദിവസമെങ്കിലും ബെഡ്ഷീറ്റുകളും എല്ലാം കഴുകും. ഒരു തരി കിടന്നാൽ പോലും അമ്മ സമ്മതിക്കത്തില്ല. അന്നേരം അത് തൂത്തുവാരി കളയും. അങ്ങനെ കണ്ട് ശീലിച്ച് ഞങ്ങൾ 3 പേരും അതുപോലെ ഭയങ്കര വൃത്തിക്കാരായിപ്പോയി. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ എല്ലാം ഓപ്പോസിറ്റാണ്. പിന്നെ എൻ്റെ രീതിക്ക് ഞാൻ കുറച്ചൊക്കെ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ അല്ലേ. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെയാണ് കേട്ടോ. എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുക്കള പരിപാടിയൊക്കെ തുടങ്ങത്തുള്ളൂ. നമ്മളെപ്പോഴും അടുക്കള നല്ല വൃത്തിയായിടണം. കാരണം നമ്മൾ ഒരു സാധനങ്ങളും ചവിട്ടുവോ നിലത്തിട്ട് ചവിട്ടോ കഴിക്കുന്ന ഫുഡൊന്നും അങ്ങനെ ചവിട്ടി നടക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് നമുക്കിപ്പോൾ അറിയത്തില്ല, മുന്നോട്ട് നമുക്ക് അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുവേ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് വൃത്തിയാക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേണ്ട ചായ വെക്കാനുള്ള പരിപാടിയാണ്. അന്നേരം കാശിക്കൂട്ടനാണ്ട് അവിടെ നിന്ന് ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങുന്നുണ്ട്. അന്നേരത്തേക്ക് ഞാൻ വന്ന് ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. അന്നേരം ചേട്ടായിനെ വിളിച്ച് കാശിക്കൂട്ടനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി അവിടെ നിന്ന് കളിപ്പിക്കുവാണ്. രാവിലേട്ടനാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുങ്ങുന്ന തിരക്കിലാണ്. അപ്പോൾ രാവിലേട്ടനെ ക്യാമറ കൊണ്ടിരുന്ന് കാണുമ്പോൾ രാവിലേട്ടൻ പറയും വേണ്ടെന്ന് പറയാം. എന്നിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് വേണ്ട ഒന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണ്ട രാവിലെ തൂത്ത് വരാൻ നേരത്തൊന്ന് കുടയും സെറ്റിയുടെ കവറെല്ലാം കുടയുവേ. എന്നിട്ട് അത് വിരിക്കുവാണ്. നേരത്തേക്കും കിച്ചുകൂട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് കണ്ടാലും ആ പുറകെ സഹായിക്കാൻ വേണ്ടി വരും കേട്ടോ. അവൻ കാണുവാണെങ്കിൽ. അപ്പോൾ ഇപ്പം മുതലേ ഞാൻ കിച്ചുകൂട്ടിനെ എല്ലാം ചെയ്ത് ശീലിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് കാശിക്കൂട്ടനെ ഒന്നും കൂടി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെയും വീണ്ടും അടുക്കളയിലോട്ട് പോവുകയാണ്. അന്നത്തേക്കും പാൽ തിളയ്ക്കാറായിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രെഡ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എല്ലാം കൂടെ നടക്കത്തില്ല. കാശിക്കൂട്ടൻ ഭയങ്കര ബഹളമായിരിക്കും. അന്നേരം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി പരിപാടിയിലോട്ട് പോകാനായിട്ട്. നേരം കാശി വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് രാവിലെ അങ്ങനെ ഉണ്ടാക്കിയില്ല. അച്ഛൻ ഉള്ളപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കുവേ. അന്നേരം ഇന്ന് തൽക്കാലത്തേക്ക് ബ്രെഡും പിന്നെ മുട്ട പുഴുങ്ങിയതുമാണ് രാവിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തെ രാവിലട്ടനും പിന്നെ മുട്ടയും പുഴുങ്ങി കൊടുത്ത് രാവിലട്ടൻ അത് കഴിക്കുവാണ്. എന്നിട്ട് പിള്ളേർക്ക് ബ്രെഡും ചായയും കൂടെ കൊടുക്കുവാണ്. പിന്നെ കാശിയുടെ വെള്ളം ചേട്ടായി എടുത്തുകൊണ്ട് വന്നതാണ് അതെ. എന്നിട്ട് 2 പേർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ബഹളമൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അടുക്കളയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ടിവിയും വെച്ച് കൊടുത്താലേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കാശി 150 പ്രാവശ്യം അടുക്കളയിലോട്ട് വരുവേ. അപ്പം ഗൈസ് ഈ സമയത്ത് പറയുവാണ്, വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും എല്ലാം ഷെയറും എല്ലാം ചെയ്യണേ. എന്നിട്ട് ചായ എല്ലാം കൊടുത്ത് കാശിക്ക് ചായ കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തുള്ളൂ കേട്ടോ. ബ്രെഡും കൊടുത്തു കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയത് കൊടുക്കുവാണേ. കിച്ചുകൂട്ടനും കഴിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് 2 പേർക്കും ടി വി വെച്ച് കൊടുത്തിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലോട്ട് പോയി. അന്നേരം രാവിലെ ചായ വെച്ച പാത്രവും കട്ടൻ കാപ്പി വെച്ച പാത്രം അതെല്ലാം കൂടെ ഉണ്ട്. അതെല്ലാം കഴുകി എല്ലാം എനിക്ക് അന്നേരം ചെയ്ത് പോകണമല്ലേ, എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അതെല്ലാം കഴുകി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് തക്കാളിക്കറിയും വെണ്ടയ്ക്ക മെഴുക്കോട്ടിയും വെക്കാമെന്നാണ്. പക്ഷേങ്കിൽ അതിൻ്റെ പ്ലാനിങ് തെറ്റിപ്പോയി. കാരണം തക്കാളിക്കറി വെച്ച് കഴിഞ്ഞപ്പോഴേ കാശി പിന്നെ ബഹളം തുടങ്ങി. അതുകൊണ്ട് വെണ്ടയ്ക്ക ഞാൻ കഴുകിയതെടുത്ത് ഫ്രിഡ്ജിലോട്ട് നേരെ വെച്ച് ഒരു കറി മാത്രമേ വെച്ചുള്ളൂ.
എന്നിട്ട് കരിയാപ്പില പറിക്കാൻ വേണ്ടി വന്നതാണ്. കരിയാപ്പിന് ഭയങ്കര ക്ഷീണമാണ്, ഒട്ടും ഇലയൊന്നും വളരുന്നില്ല കേട്ടോ. നാൾ കളഞ്ഞ് കഴിഞ്ഞിട്ട് എന്നിട്ട് കരിയാപ്പില എല്ലാം പറിച്ചുകൊണ്ട് പിന്നെ തുണിയെല്ലാം വൈകിട്ട് കഴുകിയതെല്ലാം എടുത്ത് അയാളിട്ടിട്ടുണ്ട്, രാവിലെ വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും രണ്ടുപേരും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്, ടി വിയും കണ്ട്. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതേണ്ട കരിയാപ്പിലയെല്ലാം കഴുകി തക്കാളിക്ക് എല്ലാം അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കറി വെക്കുന്നൊന്നുമേ. ഇടയ്ക്കിടയ്ക്ക് കാശി ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും, പിന്നെ വീണ്ടും വരും, അങ്ങനെയായിരുന്നേ. എന്നിട്ട് പിന്നെ തേങ്ങ പൊട്ടിച്ച് തേങ്ങാ വെള്ളം കൊടുക്കാൻ വേണ്ടി കാശിക്കും കിച്ചുക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ വെള്ളമൊക്കെ കുടിക്കുന്നത്. എന്നിട്ട് തേങ്ങ പൊട്ടിച്ച് വെള്ളം ഒഴിച്ച് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. കുറച്ചൊക്കെ കുടിക്കത്തുള്ളൂ കേട്ടോ, ചിലപ്പോൾ കാച്ചി തുള്ളിയേ കുടിക്കത്തുള്ളൂ. ചേട്ടായും അങ്ങനെയാണ്, ചിലപ്പോൾ എങ്ങാനും കുടിച്ചെങ്കിലേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാനൊരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും കറക്റ്റ് സമയത്ത് എനിക്കിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ടല്ലോ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അത് വേണോ ഇത് വേണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ല, എനിക്ക് സമാധാനം ഇല്ല കേട്ടോ. എന്നിട്ട് അതും കൊടുത്തിട്ട് അടുക്കളോട്ട് ചെന്നപ്പോൾ കാശി പിന്നെ ഭയങ്കര വഴക്ക്. അന്നേരത്തേക്കും നേരെ കുറച്ച് നേരം വന്നിരുന്നൊന്ന് സമാധാനിപ്പിക്കണം. എന്നിട്ട് പിന്നെ ടി വി കാണുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓടി അടുക്കളയിലോട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ, കറി വെക്കാൻ തുടങ്ങിയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ വരേണ്ടി വന്നേ. അല്ലേ അവൻ ഒത്തിരി വഴക്കുണ്ടാക്കി അടുക്കള വന്ന് നിൽക്കും. അപ്പം അടുക്കള വന്ന് നിൽക്കുന്ന ഭയങ്കര അപകടമല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം വന്നു പോയാലെന്ന് ഓർത്ത് ഞാൻ പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെയും വരും. എന്നിട്ട് തേങ്ങയും ചിരണ്ടി ഉള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജീരകവും മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. തക്കാളിക്ക് അന്നേരം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊക്കെ വെളുത്തുള്ളി ഇടുവോ തക്കാളിക്കറിക്ക്? ഞാൻ അങ്ങനെ ഇടും, ഒരു കഷ്ണം മാത്രം കേട്ടോ, അന്നേരത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. എന്നിട്ട് വേണ്ട അതെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ കാശി പതുക്കെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കരച്ചിലൊക്കെ തുടങ്ങി. അന്നേരം പിന്നെ ഒന്ന് അവൻ്റെ അടുത്ത് പോയി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പിന്നെ ഓടി വരുന്നതാണ് അങ്ങനെ കേട്ടോ. പിന്നെ അടുക്കളയിൽ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പം കടുക് വറുക്കാനുള്ളതെല്ലാം അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാശി കരയുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഓടി പോയി ഓരോന്ന് ചെയ്യും, എന്നിട്ട് പിന്നെ ഓടി വന്ന് അവൻ്റെ അടുത്ത് തിരിക്കും. അങ്ങനെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛയമ്മ ഉണ്ടെങ്കിൽ ഇത്രയും പാടില്ല, കാരണം അവർ എന്തെങ്കിലും കറിയൊക്കെ വെക്കും, പിന്നെ രാവിലെ കഴിക്കാനും എല്ലാം ഉണ്ടാക്കും, പിന്നെ ബാക്കി പണികളൊക്കെ അല്ലേ ഉള്ളൂ എനിക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ. അവർക്കിന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും പാട് വന്നത്. എനിക്ക് പാടെന്ന് വെച്ചാൽ കാശി ഉള്ളൊരു പാടേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാശി നിൽക്കുന്നുണ്ടാകും, ഇടയ്ക്ക് എല്ലാം ഓടി അടുക്കളയിലോട്ട് വരുവേ. അന്നേരം ഞാൻ പിന്നെ അവനെ കൈ വെച്ചുകൊണ്ട് കരയിപ്പിക്കാതെ അത് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അന്നേരത്തേക്കും നിങ്ങളും ഇങ്ങനെയാണോ ഗൈസ്? പിന്നെ തേണ്ട കടുക് വറുത്തുകൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ച് ചുമന്ന മുളകും ഇട്ട് കരിയാപ്പില ഇട്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിക്കകത്തോട്ട് നമ്മൾ അരപ്പിട്ട് കഴിഞ്ഞിട്ട് തിളപ്പിക്കരുത് കേട്ടോ, തിളപ്പിക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. ചെറുതായിട്ട് ചൂടാക്കി എടുക്കാവുള്ളൂ. എന്നിട്ട് കടുക് പൊട്ടിച്ചതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പപ്പടം വറുക്കാനായിട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് കാച്ചിന് ഞാൻ ഓടിക്കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പിന്നെയും വന്ന് പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വറുക്കുവാണ്. അവൻ എപ്പോഴാണ് കരയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ ഒരു ഇച്ചിരി നേരം കണ്ടില്ലെങ്കിൽ അവന് അന്നേരം കരഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ടോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഭാഗത്തോട്ടോ ഓടി പോവേ. എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം കാച്ചിയുടെ. അന്നേരം വേണ്ട പപ്പട കൊതിയും വന്ന് നിൽപ്പുണ്ട് അടുക്കളയിൽ. എന്നിട്ട് പിന്നെ അന്നേരം കാശി അവിടെ ഒന്ന് നോക്കുവാണ് അടുക്കളോട്ട് വരാം. അന്നേരം ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും ഓടി വരുവാണ് എൻ്റെ അടുത്തോട്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനൊരു ഇച്ചിരി നേരം പോലും മാറുന്ന 2 പേർക്കും ഇഷ്ടമില്ലേ. എന്നിട്ട് വീണ്ടും വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ അടുപ്പിൻ്റെ പുകയുന്നതാണ് കേട്ടോ അടുപ്പ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പടമൊക്കെ 2 പേർക്കും കൊടുത്ത് എളിയിലൊക്കെ വെച്ച് ചെയ്തിട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നു കഴിഞ്ഞപ്പോൾ 12 മണിയായി. അന്നേരത്തേക്കിന് 2 പേർക്ക് കൂടെ തക്കാളിക്കറിയും പപ്പടം കൂട്ടി ചോറ് കൊടുക്കുവാണ്. കാശിക്കൊക്കെ 2 പേരും കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു 1/4 മണിക്കൂർ എടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെയാണ് കഴിപ്പിക്കുന്നത്. ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ അവിയലും പിന്നെ മാങ്ങാച്ചാറും തക്കാളിക്കറിയും പപ്പടം കൂട്ടി ഞാനും കൂടെ കഴിച്ചേ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എല്ലാം അന്നേരം ചെയ്ത് പോകുന്നുണ്ട്. വേറെ നീറ്റാക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ, ഫുൾ നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് എങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടമേ. ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയ്ക്കാണ്. നമ്മൾ എന്തെങ്കിലും അരിഞ്ഞാൽ പോലും ഒരു കഷ്ണം നിലത്ത് പോയാൽ അത് എടുത്ത് കളയാതെ വേറെ ഒരു പണിയിലോട്ടും പോകത്തില്ല കേട്ടോ. പിന്നെ പാത്രം മാത്രം കഴിയാനുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഒരു തരി പോലും നിലത്തൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പണി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കിച്ചുകുട്ടനെയും കാശിക്കുട്ടനെ ഉറക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴക്കാറ് വച്ച് കാറ്റൊക്കെ വീശി. അന്നേരം പിന്നെ ഓടിപ്പോയി തുണിയെല്ലാം പെറുക്കിയെല്ലാം എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചുക്കുട്ടനും കാശിക്കുട്ടനും എഴുന്നേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡാൻസും കളിയൊക്കെയാണ്. ആ സമയത്തിന് വേണ്ട ചെറുപയറും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ചെറുപയർ പുഴുങ്ങി തേങ്ങ ഇട്ട് തന്നെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞപ്പോൾ രാവിലെ വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലമായ പ്ലാവഞ്ചോട്ടി പോയിരിക്കുകയാണ്. അവിടെ നല്ല രസമായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഗായ്സ്.